എല്ലാ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പെർച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് കോവളത്തെ ലൈറ്റ് ഹൗസിന്റെ മുന്നിലാണ്. ശരിക്കും കോവളത്തെ ലൈറ്റ് ഹൗസ് എന്ന ഒരു വിസ്മയം അത് കാണുവാനായി ധാരാളം സഞ്ചാരികൾ ദിവസവും വരുന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അധികമാരും പേരും ഇവിടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ലൈറ്റ് ഹൗസിന്റെ മുന്നിലുള്ള ഒരു ബെഞ്ചിലാണ്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ്റ് കൊണ്ട് ഒരുപാട് ഇരിപ്പിടങ്ങളും നല്ല സീനറിയാണ് ഇവിടെ. പിന്നെ ക്യാമറ കൊണ്ടകത്ത് കയറാൻ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് പേര് വന്ന് സെൽഫി എടുക്കാനും അതുപോലെ നല്ല തിരക്കാണ്. കാരണം കോവളമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മിക്കവാറുമുള്ള ടൂറിസ്റ്റുകളെല്ലാം അവരുടെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും ഈ ലൈറ്റ് ഹൗസ് ഈ ഭാഗത്തേക്ക് വരുന്നവർ ഈ ലൈറ്റ് ഹൗസിന് 20 രൂപയാണ് ടിക്കറ്റ്. 5 രൂപ ചപ്പൽസ് സൂക്ഷിക്കുവാനായിട്ട് കൊടുക്കണം. അത്രയേ ഉള്ളൂ. ബാക്കി വളരെ സുഖമായിട്ട് ലിഫ്റ്റ് ഉണ്ട്, കയറി മുകളിലേക്ക് പോകാം. പിന്നെ സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് കയറി പോകാം. നല്ല കാഴ്ചയാണ്, നല്ല രസമാണ്. നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരുന്നവർ മിസ് ചെയ്യരുത് എന്ന് പറയുന്നു. ലൈറ്റ് ഹൗസിന് 50 വയസ്സ് പ്രായമായി. കോവളത്തെ ആവാടുതുറ പാറക്കൂട്ടത്തിൽ 1972 ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത്. ഇതിനു മുൻപ് ഇവിടെ ഒരു വിളക്കുമാടം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ലൈറ്റ് ഹൗസ് വരുന്നതിന് മുമ്പ് കപ്പലുകൾ കൊല്ലം, തങ്കശ്ശേരി, തമിഴ്നാട്ടിലെ മുട്ടം എന്നിവിടങ്ങളിലെ ലൈറ്റ് ഹൗസുകളെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇത് കാഴ്ചയിൽ പലപ്പോഴും ലഭിക്കാതെ വന്നപ്പോഴാണ് പുതിയ ലൈറ്റ് ഹൗസിനെ കുറിച്ച് ആലോചന തുടങ്ങിയത്. പഴയ അതിഥി മന്ദിരം സ്ഥിതി ചെയ്തിരുന്ന 2.5 ഏക്കർ പാറക്കൂട്ടം ഇതിനു പറ്റിയ സ്ഥലമാണെന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തുകയും അങ്ങനെ അക്കാലത്ത് ഇത് ഇവിടെ പണിയുകയും ചെയ്തു. 36 മീറ്റർ ഉയരമാണ് ഈ ലൈറ്റ് ഹൗസിനുള്ളത്. ചുവപ്പും വെള്ളയും നിറങ്ങളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. സമീപത്തെ മറ്റു ലൈറ്റ് ഹൗസുകളെ അപേക്ഷിച്ച് ഇതിന് ഉയരം കൂടുതലാണ്. 114 പടികൾ ഇതിനുണ്ട്. എന്നാൽ ഇപ്പോൾ ലിഫ്റ്റ് സൗകര്യം കൂടി ഉള്ളതിനാൽ സഞ്ചാരികൾക്ക് വളരെ സുഖകരമായി ഇതിന് മുകളിലെത്തുവാൻ സാധിക്കുന്നു. ഈ ലൈറ്റ് ഹൗസ് വന്നതിന് ശേഷമാണ് ഇതിനടുത്തുള്ള കോവളം തീരത്തിന് ലൈറ്റ് ഹൗസ് ബീച്ച് എന്ന പേര് കൂടി ലഭിച്ചത്. രാജ്യാന്തര മറൈൻ ട്രാക്കറായ മറൈൻ ട്രാഫിക് പുറത്തിറക്കിയ ലോകത്തിലെ 5 മികച്ച ലൈറ്റ് ഹൗസുകളുടെ ചിത്രങ്ങളിലൊന്നായി വിഴിഞ്ഞത്തെ ലൈറ്റ് ഹൗസിനെ തിരഞ്ഞെടുത്തു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. മെറ്റൽ അലൈഡ് ലൈറ്റിങ്ങും ഒപ്റ്റിക്കൽ ലെൻസും ഉപയോഗിച്ചാണ് ഇവിടെ വെളിച്ചം മിന്നിക്കുന്നത്. കേന്ദ്ര ലൈറ്റ് ഹൗസ് ആൻഡ് ലൈറ്റ് ഷിപ്സ് ഡയറക്ടറേറ്റിന് കീഴിലാണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് വരുന്നത്. മുകളിൽ നിന്നും നോക്കുമ്പോൾ ലഭിക്കുന്ന ദൃശ്യഭംഗി വർണ്ണിക്കാൻ സാധ്യമല്ല. ഈ ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാഴ്ചകൾ അതിമനോഹരമായ ഒന്നാണ്. കോവളം ബീച്ച്, ഇടക്കല്ല്, ഹവ ബീച്ച്, വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്നും വളരെ മനോഹര ദൃശ്യങ്ങളായി കാണുവാൻ സാധിക്കും. ലോക പ്രശസ്തമായ ഈ ലൈറ്റ് ഹൗസ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത. ദിനംപ്രതി 100 കണക്കിന് പേരാണ് ഈ ലൈറ്റ് ഹൗസിൽ പ്രകൃതിയുടെ മനോഹര ദൃശ്യം ആസ്വദിക്കുവാനായി എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റു കാണാൻ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.